ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഏവർക്കും മാജിക് അസ്ട്രോബി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ശുക്രൻ 1-ാം ഭാവത്തിൽ നിന്നാലുള്ള ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ചാണ്. ഇന്ന് ശുക്രൻ 2-ാം ഭാവത്തിൽ നിന്നാലുള്ള ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. ജ്യോതിഷ ശാസ്ത്രത്തിൽ ശുക്രൻ സൗന്ദര്യത്തിൻ്റെയും കലാപ്രതിഭയുടെയും സമ്പത്തിൻ്റെയും സുഖത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കല്യാണത്തിൻ്റെയും പ്രധാന ഗ്രഹമാണ്. ജീവിതത്തിൽ ഭോഗസുഖങ്ങളും കലാഭിഭാവങ്ങളും മനോഹാരിതയും ആകർഷണ ശക്തിയും നൽകുന്ന ഗ്രഹം തന്നെയാണ് ശുക്രൻ. 2-ാം ഭാവം എന്നാൽ ധനസ്ഥാനം എന്നറിയപ്പെടുന്നു. ജാതകത്തിൽ 2-ാം ഭാവം നമ്മുടെ വാക്ക്, സമ്പത്ത്, കുടുംബം, ഭക്ഷണം, മുഖം, സംസാരം, സംസാരിക്കുന്ന രീതി, വസ്തുവകകൾ, ജീവിതത്തിൻ്റെ പ്രാഥമിക സുരക്ഷ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ശുക്രൻ 2-ാം ഭാവത്തിൽ വന്നാൽ ആളുടെ ജീവിതത്തിൽ നിരവധി നല്ല മാറ്റങ്ങൾ വരും. കാരണം ശുക്രൻ സ്വാഭാവികമായി സമ്പത്തും ഭോഗവും നൽകുന്ന ഗ്രഹമാണ്. അതിനാൽ ധനസ്ഥാനം ശക്തിപ്പെടുന്നു. എന്നാൽ മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ശുക്രൻ്റെ സ്ഥാനം, അതായത് ഉച്ചസ്ഥാനത്താണോ അതോ നീചസ്ഥാനത്താണോ സ്വഗൃഹത്തിൽ തന്നെയാണോ മുതലായവ എല്ലാം കൂടി നോക്കണം. ശുക്രൻ 2-ാം ഭാവത്തിൽ വന്നാൽ സാധാരണയായി ആൾക്ക് ധനസമ്പാദനത്തിൽ ഭാഗ്യം കിട്ടും. കുടുംബത്തിൽ സമൃദ്ധി ഉണ്ടാകും. സാമ്പത്തികമായി വലിയ തിരിച്ചടികളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. വിലയേറിയ ആഭരണങ്ങൾ, കലാസമ്പത്ത്, മനോഹരമായ വസ്തുക്കൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവ സ്വന്തമാക്കാൻ ആഗ്രഹം കാണിക്കും. ബാങ്കിങ്, ബിസിനസ്, കലാരംഗം, സംഗീതം, സിനിമ, ഡിസൈൻ, ഫാഷൻ, ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ ധനലാഭം വരുത്തും. 2-ാം ഭാവം കുടുംബത്തെ പ്രതിനിധീകരിക്കുന്നതിനാൽ ശുക്രൻ ഇവിടെ വന്നാൽ കുടുംബസ്നേഹം, ഐക്യം, സ്നേഹബന്ധങ്ങൾ എന്നിവ ശക്തമാകും. വീട്ടിൽ ശാന്തിയും സന്തോഷവും ഉണ്ടാകും. ശുക്രൻ 2-ാം ഭാവത്തിലുള്ള വ്യക്തിക്ക് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടുള്ള സ്നേഹം വളരെ കൂടുതലായിരിക്കും. നല്ല സഹധർമ്മിണി, കുട്ടികൾ, ബന്ധുക്കൾ എന്നിവരുടെ പിന്തുണ ലഭിക്കും. ചിലപ്പോഴൊക്കെ അധിക ഭോഗസുഖങ്ങളിൽ ആസക്തി മൂലം കുടുംബത്തിൽ ചെറുതായി തർക്കങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ശുക്രൻ 2-ാം ഭാവത്തിൽ വന്നാൽ ആളുടെ വാക്കിൽ മാധുര്യമുണ്ടാകും. സംസാരിക്കുന്നത് കേൾക്കുന്നവർക്ക് ആകർഷണം തോന്നും. കല, സംഗീതം, കവിത എന്നിവയിലൊക്കെ കഴിവ് തെളിയിക്കാൻ സാധിക്കും. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കഴിയും. ഡിപ്ലോമാറ്റിക് സ്വഭാവമുള്ളതിനാൽ ഇടപാടുകളിൽ വിജയിക്കാനും സാധിക്കും. ശുക്രൻ തന്നെ സ്നേഹത്തിൻ്റെയും ഭോഗത്തിൻ്റെയും ഗ്രഹമാണ്. അതിനാൽ 2-ാം ഭാവത്തിൽ വന്നാൽ ആൾക്ക് നല്ല സുന്ദരിയായ അല്ലെങ്കിൽ സുന്ദരനായ പങ്കാളിയെ ലഭിക്കും. വിവാഹത്തിൽ സമൃദ്ധിയും ആനന്ദവും ഉണ്ടാകും. ഭൗതിക സുഖങ്ങൾ, ഭോഗങ്ങൾ, കല്യാണാന്തര സൗഭാഗ്യം എന്നിവ വർദ്ധിക്കും. ചിലപ്പോൾ ആഡംബരത്തോടും സൗന്ദര്യത്തോടുമുള്ള അമിതമായ ആഗ്രഹം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഇടയുണ്ട്. ശുക്രൻ 2-ാം ഭാവത്തിൽ നിന്നാൽ തൊഴിൽ മേഖലയിൽ കലയും സൗന്ദര്യമുള്ള ജോലികൾക്ക് വളരെയധികം സാധ്യത കൂടുതലാണ്. ഉദാഹരണത്തിന് ഗായകൻ, സംഗീതജ്ഞൻ, കവയിത്രി, കലാകാരൻ, സിനിമാ താരം, മോഡൽ, ഡിസൈനർ, ആഭരണ വിദഗ്ധൻ, ഷോപ്പിംഗ്, ഫാഷൻ മേഖല, ഭക്ഷണ ഹോട്ടൽ മേഖല, ലക്ഷറി മേഖല, ബാങ്കിങ്, അക്കൗണ്ടിംഗ്, ധനകാര്യ മേഖലകളിലും ശുക്രൻ 2-ാം ഭാവം നല്ല സ്വാധീനം ചെലുത്തുന്നുണ്ട്. ആരോഗ്യപരമായി 2-ാം ഭാവം മുഖം, കണ്ണുകൾ, വായ്, പല്ലുകൾ, തൊണ്ട എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ശുക്രൻ നല്ല സ്ഥാനത്താണെങ്കിൽ ആൾക്ക് മനോഹരമായ മുഖം, മധുരമുള്ള ശബ്ദം, മനോഹരമായ കണ്ണുകൾ എന്നിവ ലഭിക്കും. ആരോഗ്യത്തിൽ ഭംഗി നിലനിർത്തും. എന്നാൽ ശുക്രൻ ദുർബലമാണെങ്കിൽ പല്ല്, കണ്ണ്, തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാം. ശുക്രൻ 2-ാം ഭാവത്തിൽ വന്നാൽ സാധാരണയായി ഭൗതിക സുഖങ്ങൾ കൂടുതലായിരിക്കും. ആത്മീയതയേക്കാൾ
ഭോഗാനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകും. എന്നാൽ ശുക്രൻ നല്ല സ്ഥാനത്താണെങ്കിൽ കലയും ഭക്തിയും വഴി ആത്മീയ മുന്നേറ്റവും ഉണ്ടാകും. 2-ാം ഭാവത്തിലെ ശുക്രന്റെ ഗുണഫലങ്ങൾ ഇതൊക്കെയാണ്. ധനസമ്പാദനത്തിൽ വലിയ നേട്ടം, കുടുംബസ്നേഹം, കുടുംബൈക്യം, മധുരമുള്ള വാക്ക്, കലാപ്രതിഭ, സുന്ദരനായ സുന്ദരിയായ പങ്കാളി, കലാ, സംഗീതം, സിനിമ, ബിസിനസ് മേഖലയിൽ വിജയം, ജീവിതത്തിൽ ആഡംബര സുഖങ്ങൾ. ശുക്രൻ ദോഷസ്ഥാനത്തോ ദുഷ്ടദൃഷ്ടിയോ കിട്ടുമ്പോഴുള്ള ദോഷഫലങ്ങൾ ഇവയൊക്കെയാണ്. അമിതമായ ഭോഗലാസ്യം, ധനം വൃഥാ ചെലവഴിക്കൽ, കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രധാനമായും കണ്ണ്, പല്ല്, തൊണ്ട, പ്രണയത്തിൽ അതിരുകടന്ന ആകർഷണങ്ങൾ ഉണ്ടാവുക. ഇനി പരിഹാരങ്ങൾ നോക്കിയാലോ. ശുക്രൻ 2-ാം ഭാവത്തിൽ ദോഷം വരുത്തുന്നുണ്ടെങ്കിൽ ചില പരിഹാരങ്ങൾ ഇവിടെയുണ്ട്. വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, വെള്ളി ആഭരണം ധരിക്കുക, വെള്ള നിറത്തിലുള്ള പുഷ്പങ്ങൾ ദേവന്മാർക്ക് അർപ്പിക്കുക, വെള്ളിയാഴ്ച വ്രതം നോൽക്കുക, ശുക്രമന്ത്രം ഓം ശുക്രായ നമഃ ജപിക്കുക, വനിതകളെ ആദരിക്കുക, സഹായിക്കുക. ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും ശുക്രൻ 2-ാം ഭാവത്തിൽ വന്നാൽ അതൊരു ശുഭയോഗം തന്നെയാണ്. ധനം, കുടുംബം, കലാപ്രതിഭ, ഭംഗി, സന്തോഷം, സ്നേഹം, സൗഹൃദം എല്ലാം വർദ്ധിക്കും. മനോഹരമായ ജീവിതവും സമൃദ്ധിയും സാമൂഹിക സ്ഥാനവും ലഭിക്കും. എന്നാൽ അമിത ഭോഗാസക്തിയും ധനത്തോടുള്ള അമിതമായ ആഗ്രഹവും ആഡംബരവും സൗന്ദര്യത്തോടുള്ള അഭിനിവേശവും നിയന്ത്രിക്കുക തന്നെ ചെയ്യണം. താങ്ക് യു.